വിഷുവിന്റെ അന്ന് രാവിലെ 8:30 ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് മലയാറ്റൂരോട്ട് പോന്നു കേട്ടോ. ജിബിഷന്റെ അനിയൻ ഉണ്ടായിരുന്നില്ല, അവർ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പച്ചനും അമ്മയും ജിബീഷനും കുഞ്ഞുമായിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ഒരു 10:30 തന്നെ ഞങ്ങൾ അവിടെ അടിവാരത്തെത്തി. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാഞ്ഞോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മല കയറാന്ന് വിചാരിച്ചു. വിഷു ആയതുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് ഒരൊറ്റ ഹോട്ടൽ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് മലയാറ്റൂർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഹോട്ടൽ കണ്ടു തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. നേരെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് തൊട്ടടുത്ത് കാണുന്ന സ്ഥലത്ത് നിന്നിട്ട് തിരികെ കത്തിച്ചായിരുന്നേ. പിന്നെ ഈ പള്ളിയുടെ ചേർന്ന് തന്നെ ആയിട്ട് ഒരു പുഴയുണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് വരെ ഇറങ്ങി കുളിക്കാൻ പറ്റിയിട്ടുള്ള, നമ്മുടെ മുട്ടിന് താഴെ മാത്രം വെള്ളമുള്ളൂ അവിടെ. പക്ഷെ അടിയൊഴുക്ക് ഉണ്ടാവും, അപകട മേഖല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ വെള്ളത്തിലിറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുകൊണ്ട് വെള്ളം കാണുമ്പോഴത്തേക്കും കൂടുതൽ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പ്രത്യേക ഏരിയ ആണ്, പെട്ടെന്നായിരിക്കും അപകടം ഉണ്ടാവുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ ആദ്യം കൊണ്ടെടുത്ത് പറഞ്ഞു തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മളെ ഇവിടെ ഇറങ്ങിയിട്ട് വെള്ളത്തിൽ കഴിച്ചിട്ടൊക്കെ നമുക്ക് പോവാം, ഇപ്പൊ നമുക്ക് മല കയറാന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ഞങ്ങൾ നേരെ പള്ളിയുടെ ബാക്ക് സൈഡിലോട്ട് നടന്നു. ഈ പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ടാണ് പാർക്കിംഗ് ഉള്ളത് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. അതിന് തൊട്ട് സൈഡിലായിട്ട് ടോയ്ലറ്റ്സ് ഉണ്ട്, ഗേൾസിനും അതുപോലെ തന്നെ ജെന്റ്സിനും വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് അപ്പവും കടലക്കറിയാണ് പറഞ്ഞത്. ഇനി മല കയറാനുള്ളതല്ലേ, വേറെ കുറച്ച് ഫുഡ് കഴിച്ചാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതും കഴിച്ചിട്ട് നേരെ തന്നെ മലയാറ്റൂർക്ക് വന്നു. അടിവാരത്തോട്ട് വന്നു കേട്ടോ, മലയുടെ തൊട്ട് താഴത്തായിട്ട് വന്നു. അവിടുന്ന് നേരെ നടന്നേ കുറച്ചും കൂടെ നടക്കാനുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കളിപ്പാട്ടമൊക്കെ കാണുമ്പോൾ ആദ്യം കൂട്ടുന്ന വല്ലാത്ത ഇൻട്രസ്റ്റ് ആണ് അങ്ങോട്ടേക്കൊന്ന് കയറാൻ വേണ്ടി. നമ്മൾ പറഞ്ഞു ഇറങ്ങി കഴിഞ്ഞിട്ട് വാങ്ങിച്ചിടാന്ന് പറഞ്ഞിട്ട് മല കയറാൻ വേണ്ടി നടന്നു. അപ്പനോടും അമ്മയോടും പറഞ്ഞു അടിവാരത്തിരുന്നാൽ മതി, എന്തായാലും അവർക്ക് ഇത്രയും ഏജ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കയറാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അപ്പൊ പറഞ്ഞു അവിടെ ഇരുന്നോളൂ, നേർച്ചക്കഞ്ഞി എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ തന്നെ ഞങ്ങൾ 3 നേരം കൊണ്ട് മല കയറിയിട്ട് ആദ്യം നടക്കുമെന്നുള്ള ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ അവൻ ഈ ഓരോ പ്ലേസ് എത്തുമ്പോഴും അവന്റെ ഓരോ ഗെയിമിലത്തെ ഓരോ പ്ലേസ് പോലെയാണ് അവൻ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് വേഗം വേഗം അവൻ കയറി. 11:35 മല കയറിയിട്ട് ഞങ്ങളൊരു 12:30 ആയപ്പോഴത്തേക്കും അവിടെ എത്തിട്ടോ. 12:30 ആയപ്പോ എത്തി. എന്നിട്ട് അവിടെ കുറച്ചു നേരം ഇരുന്ന്. വിഷു ആയതുകൊണ്ടാണ് തോന്നുന്നു തിരക്കധികം ഉണ്ടായിരുന്നില്ല അന്ന്. അതുമല്ല ഞങ്ങൾ പോനവരിക്ക് പറയായിരുന്നു ഈ ചൂടത്ത് എങ്ങനെ മല കയറാനാണ്, എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഞങ്ങള്. പക്ഷെ ഇവിടെ വന്ന് ഞങ്ങൾ 3 നേരം കൂട്ട് ആ മല കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും വല്ലാത്തൊരു കൂളിംഗ് ആയിരുന്നു കേട്ടോ. ഒരു പ്രത്യേക തണുപ്പുണ്ടായിരുന്നു. മരങ്ങളല്ലേ ഉള്ളത് ചുറ്റും, അതുകൊണ്ട് തന്നെ അത്രയും വലിയ ചൂടൊന്നും അനുഭവപ്പെട്ടില്ല. ചൂടുണ്ടായിരുന്നില്ലെന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ നടക്കുന്നതിൻ്റെതായ ഒരു കിതപ്പുണ്ടായിരുന്നു, അല്ലാതെ പൊരുവെയിലോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് മാർത്തോമ മണ്ഡപത്തിന്റെ അടുത്തെത്തി പ്രാർത്ഥിച്ച്. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും കോറിയിട്ട പോലെ കിടക്കുന്ന സ്ഥലങ്ങളാണല്ലോ മലയാറ്റൂർ എന്ന് പറയുമ്പോഴത്തേക്കും. അങ്ങനെ അവിടേക്ക് വന്ന് സ്ഥലമൊക്കെ ആസ്വദിച്ചു. അവിടുത്തെ ഓരോ പള്ളി ഉണ്ടല്ലോ, ആനകുത്തിയ പള്ളി, അങ്ങനെ ഓരോ സ്ഥലത്തും ചെന്ന് അവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അധിക സമയം ഇരുന്നില്ല, കുറച്ച് സമയം അതിന്റെ സൈഡിലൊക്കെ പോയിരുന്നിട്ട് നേരെ ഇറങ്ങാൻ തുടങ്ങി. ആദ്യക്കൊണ്ട് പറഞ്ഞു താഴത്ത് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആദ്യക്ക് എന്താണ് വേണ്ടത് അത് വാങ്ങിച്ചിടാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പുള്ളി നല്ല ഉഷാറായിട്ട് താഴ്ത്തിട്ട് ഇറങ്ങിട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളിവിടെ വരുന്നത്. ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത്, പിന്നെ ആദ്യക്കുട്ടനെ ആകെ ഒരു 4 മാസം ഉള്ളപ്പോഴത്തേക്കും ജിബീഷേട്ടൻ തന്നെ എടുത്തോണ്ട് കയറിയേ. എനിക്കിപ്പോഴും ആൾക്കാരിങ്ങനെ കുഞ്ഞു പിള്ളേരായിട്ട് മല കയറണപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അതിശയം, അയ്യോ തേമ എങ്ങനെ കയറുന്നൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ആദ്യക്കുട്ടനായിട്ട് കയറിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജിബീഷേട്ടൻ തന്നെയാണ് താഴത്തുനിന്ന് മുകളിൽ വരെ എടുത്തോണ്ട് കയറിയത്. അപ്പൊ അതൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് തോന്നുന്നതായിരിക്കാം പറ്റും എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പനമ്മയും താഴത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരായിട്ട് നേരെ തന്നെ പോയത് നമ്മൾ ആദ്യം കയറിയ പള്ളി ഉണ്ടല്ലോ അതിന്റെ സൈഡിൽ കാണുന്ന ആ വെള്ളമുള്ള സ്ഥലത്തോട്ടാണ്, ആ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളത് കാര്യമാക്കിയില്ല. ആദ്യക്കൂട്ടും ഡ്രസ്സൊക്കെ അഴിച്ച് ബനിയനൊക്കെ മാറ്റി കഴിഞ്ഞ് ഇറങ്ങാൻ പോയതും മഴ വന്നു. അപ്പൊ തന്നെ അവിടെ നിന്ന് വെച്ചാൽ ഗാർഡൊക്കെ വിളിച്ചു പറഞ്ഞു അയ്യോ കയറിക്കോ അടിയൊഴുക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ നേരെ തന്നെ കയറി പോന്നേ. നല്ല മഴയും നനഞ്ഞു. അപ്പൊ ഞാൻ ആദ്യക്കൂട്ടിന്റെ അടുത്ത് പറഞ്ഞു എന്തായാലും അവൻ ആ ഡ്രസ്സൊക്കെ മാറ്റിയതല്ലേ, നീ ആ മഴ നനഞ്ഞോടാന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അവൻ അത്ര ആഗ്രഹിച്ചു. അങ്ങനെ അവൻ ആ മഴയത്തിരുന്ന് കഴിച്ച് കയറിക്കാനിട്ട് പറഞ്ഞു അമ്മേ നമുക്ക് വേറെ ദിവസം വരാട്ടോ. ഞാൻ ശരി നമുക്ക് വേറെ ദിവസം വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ തന്നെ പോയത് നമ്മുടെ അങ്കമാലിക്കാണ്. അങ്കമാലി ചെന്നിട്ട് മറ്റേ പന്നിയിറച്ചി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ നിർഭാഗ്യവശാൽ 4-4:30 ആയിട്ടുണ്ടായിരുന്നു. വിശന്ന് പൊരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കും പറ്റുന്നില്ല. എനിക്ക് സമയം തെറ്റിക്കഴിഞ്ഞാൽ അപ്പൊ തലവേദനയും ഗ്യാസും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ തോന്നുന്നുണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ തന്നെ അടുത്ത് കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട്
ഞാൻ ബിരിയാണി കഴിച്ചു, അവര് ഫ്രൈഡ് റൈസും കഴിച്ചേ. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മളുടെ എയർപോർട്ടിലോട്ടാണ് കേട്ടോ. ഒരു റീൽസിനകത്തൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, ഒരു സ്ഥലം കാണിക്കുന്നില്ലേ ഇങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി പോകുന്ന സ്ഥലവും അതുപോലെ തന്നെ ലാൻഡ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള. ഞങ്ങള് അവിടുത്തെ രണ്ട് കുട്ടികളെ കണ്ട് അവരോട് ചോദിച്ചപ്പോഴൊന്നും അവർക്കൊന്നും ആ വ്യൂ പോയിന്റ് അറിയില്ല. പിന്നെ അവര് പറഞ്ഞ വ്യൂ പോയിന്റിൽ പോയി നിന്നപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ, ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. രാത്രിയാകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ തോന്നുന്നു, ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ. അപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ചേരം ഇരുന്നു, രണ്ട് ഫ്ലൈറ്റ് പൊങ്ങുന്നത് കണ്ടു. അങ്ങനെ അതും ആസ്വദിച്ചു. പക്ഷെ എനിക്ക് അപ്പോഴേക്കും തലവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ഫ്ലൈറ്റ് പോകുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടോ. അത് ഞങ്ങളെപ്പോലെ തന്നെ ആ സ്ഥലത്ത് കുറെ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നേ, ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വ്യൂ കണ്ടതിന് ശേഷം സമാധാനിച്ച് ഇവിടെ വന്നിട്ട് ഇത് കാണാൻ പറ്റിയില്ല എന്നൊരു സമാധാനത്തോടെ ഞങ്ങൾ നേരെ തന്നെ വീട്ടിലോട്ട് തിരിച്ചേ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തലയ്ക്ക് മുകളിൽ തൊട്ടടുത്ത് കൂടിയിട്ട് പോകുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളോട്ട് തിരിച്ചേ വണ്ടിയിൽ ഞാനും ആദ്യം കൂടെ ഉറങ്ങിപ്പോയി. അപ്പൊ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് ആയിട്ടുള്ള ടീ ടൈമിൽ വന്നിട്ട് ചായ കുടിക്കാൻ കയറിയേക്കാണ് പാലാടുത്തുള്ളത്. അപ്പോൾ ചായ ഞാൻ കാറിൽ വെച്ചിട്ടാണ് കുടിച്ചത്. ഞാൻ ആദ്യക്കൂട്ടം കുടിച്ചില്ല. അങ്ങനെ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.